ഓക്കെ, അപ്പോൾ GCC കമ്പൈലർ എങ്ങനെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ GCC കമ്പൈലർ എങ്ങനെയാണ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, C++ പ്രോഗ്രാം റൺ ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയലാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ google.com പോയിട്ട് ബ്രൗസർ എടുത്ത് GCC കമ്പൈലർ ഫോർ വിൻഡോസ് 64 ആണെങ്കിൽ 64 അല്ലെങ്കിൽ 32-bit ഫസ്റ്റ് ലിങ്ക് തന്നെ എടുക്കുക. ഇവിടെ ഫയൽസിൽ താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻസ്റ്റാളർ കാണും. അത് കുറച്ച് സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 64-bit സിസ്റ്റം ആണെങ്കിൽ 8664 എടുക്കുക. 32 ആണെങ്കിൽ i686 എന്നുള്ള എടുക്കുക. സോ ഫസ്റ്റ് അത് തന്നെ എടുക്കുകയാണ്. സോ ഇതിൻ്റെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 50 MB ഫയലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ വിൻഡോസിന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വിൻഡ്രാവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതിനായിട്ട് ആവശ്യമുണ്ട്. സോ വിൻഡ്രാവ് ഡൗൺലോഡ് സെക്ഷനിൽ പോയി എൻ്റെ 64-bit ആണെങ്കിൽ 64 അല്ലെങ്കിൽ 32 വെച്ച് ഡൗൺലോഡ് ചെയ്യാം. ചെറിയ ഫയലാണ്. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ഫയല് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതാണ് 8664. സോ ഇത് MinGWന്റെ ഫയലാണ്. സോ ഇതിനകത്ത് MinGW എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. നമ്മളിത് എക്സ്ട്രാക്ട് ടു OS/C ഡ്രൈവിലേക്ക് പ്രോഗ്രാം ഫയൽസിനുള്ളിലേക്കാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ പ്രോഗ്രാം ഫയൽസ് ഓക്കെ കൊടുത്തു. പെർമിഷൻ ചോദിക്കുമ്പോൾ എസ് കൊടുക്കുക. സോ അത് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ ക്ലോസ് ചെയ്ത് ഫയൽ മാനേജർ എടുത്ത് ആ OS/Cയിൽ പ്രോഗ്രാം ഫയൽസിൽ MinGW ഒരു ഫോൾഡർ ആണ് കണ്ടോ, MinGW64 ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ ബിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഫുൾ പാത്ത് ഈ മുകളിലത്തെ ബിന്നിൻ്റെ ഇപ്പുറമായിട്ട് ടാപ്പ് ചെയ്ത് കോപ്പി ചെയ്യുക. ഈ ഫുൾ പാത്ത് കോപ്പി ചെയ്യുക. സോ ഇനി നമുക്ക് വിൻഡോസ് സെർച്ചിൽ വന്ന് എഡിറ്റ് സിസ്റ്റം എൻവയോൺമെന്റൽ വേരിയബിൾസ് എടുക്കുക. ഇതിൽ എൻവയോൺമെന്റ് വേരിയബിൾസ് പാത്ത് കൊടുക്കുക. അവിടെ ന്യൂ എൻവയോൺമെന്റ് വേരിയബിൾ പാത്ത് ഈ ന്യൂ കൊടുത്ത് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത പാത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എല്ലാം ഓക്കെ കൊടുത്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ GCC കമ്പൈലർ ഇൻസ്റ്റാൾ ആയി. അത് ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ടെർമിനലിൽ GCC -v അടിച്ചു നോക്കാം. സോ GCC വേർഷൻ 8.1.0 ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് MinGW. ഓക്കെ, താങ്ക് യു.